ഇന്ത്യ ട്രംപിനെ സഹായിക്കുമോ? ലോകത്തിന്റെ എണ്ണ വിതരണത്തെ നിയന്ത്രിക്കുന്ന ഹോർമുസ് കടലിടുക്ക് ഇന്നൊരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ട്രംപ് ഈ മേഖലയിൽ ഇറാനെതിരെ ഒരു അന്താരാഷ്ട്ര സൈനിക സഖ്യത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയെയാണ്. ട്രംപിനെ ഇന്ത്യ പിന്തുണക്കുമോ, അതോ ഇന്ത്യ സ്വന്തം നയതന്ത്ര തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമോ? ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ നോക്കാം. വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അമേരിക്ക ഇറാന് മേലെ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് തങ്ങളുടെ അതിർത്തിയിലുള്ള ഹോർമുസ് കടലിടുക്ക് വഴി പോകുന്ന എണ്ണക്കപ്പലുകളെ തടയുന്ന രീതിയിലേക്ക് ഇറാനെ എത്തിച്ചത്. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ചെറിയ പാതയിലൂടെയാണ് ലോകത്തെ 30% ക്രൂഡ് ഓയിൽ കപ്പലുകളും കടന്നു പോകുന്നത്. സൗദി അറേബ്യ, UAE, കുവൈത്ത്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെല്ലാമുള്ള എണ്ണ ലോക വിപണിയിൽ എത്തുന്നതും ഈ കടലിടുക്ക് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഒരു വലിയ എനർജി ക്രൈസിസിലേക്ക് കടന്നു പോകും. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കാര്യമായ രീതിയിൽ കൂടാൻ ഇത് കാരണമാവും. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപ് ഇവിടേക്ക് ലോകരാജ്യങ്ങളുടെ സംയുക്ത സൈനിക സഹായം ആവശ്യപ്പെടുന്നത്. ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമായിട്ട് ട്രംപ് പറയുന്നത്. ഈ ഒരു സഖ്യത്തിലേക്കാണ് ട്രംപ് ഇന്ത്യയെയും ക്ഷണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ വലിയൊരു പ്രതിസന്ധി നേരിടുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തണം, മറുവശത്ത് ഇറാന്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും സഹകരണം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിക്ക് അത്യാവശ്യമാണ്. ഇവിടെ ഇന്ത്യ എടുത്ത തീരുമാനം ഒരു രാജ്യത്തിന്റെയും പക്ഷത്ത് നിൽക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അമേരിക്കയുടെ ഈ സഖ്യത്തിനൊപ്പം ചേരാതെ തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സങ്കൽപ് വഴി യുദ്ധക്കപ്പലുകളെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പതാകയുള്ള എണ്ണക്കപ്പലുകൾക്ക് ഇന്ത്യ നേരിട്ട് തന്നെയാണ് സംരക്ഷണം കൊടുക്കുന്നത്. കാരണം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 60% വരുന്നത് ഈ ഹോർമുസ് പാതയിലൂടെയാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇന്ത്യയിലേക്ക് എത്താൻ ഈ പാത അത്യാവശ്യമാണ്. സോ ഇറാൻ ഈ പാത അടച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പെട്രോളിന്റെ വില കുത്തനെ കൂടും. ഇത് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കാനും ഇന്ത്യയെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാൾ ഇന്ത്യ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് രാജ്യത്തിന്റെ എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കാനാണ്. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി വളരെ നല്ല ബന്ധമാണുള്ളത്. മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ട്രേഡ് റൂട്ടുകളെല്ലാം ഇറാനിലൂടെയാണ് കടന്നു പോകുന്നത്. സോ അമേരിക്കയുടെ സൈനിക സഖ്യത്തിൽ ഇന്ത്യ ചേർന്ന് കഴിഞ്ഞാൽ അത് ഇറാനുമായുള്ള ബന്ധത്തിൽ തീർച്ചയായും വിള്ളൽ വരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ കൂടെ നിൽക്കാതെ തന്നെ ഹോർമുസിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യ പരിശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുമപ്പുറം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയാണ് ഇന്ത്യ നോക്കുന്നത്. സോ രാജ്യത്തിന്റെ ഈ തീരുമാനത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.